നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മിയമ്മാൻ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. ഞങ്ങളെ കാണാൻ വരുന്ന രോഗികൾ എന്ന് പറയാൻ പറ്റില്ല, സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നയത്തിലുള്ള HPV വാക്സിനെ പറ്റി അനേക സംശയങ്ങളാണ്. അപ്പോൾ ഒന്ന്, അതിനെന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെയുള്ള പഠനങ്ങളിൽ സൈഡ് ഇഫക്റ്റ് ഇല്ല എന്നാണ് കണ്ടിട്ടുള്ളത്. മാത്രമല്ല, ക്യാൻസർ സർവിക്സ് തടയുന്നതിന് അത് 99.9% ഫലവത്താണെന്നും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം വരും, ഇത് പെൺകുട്ടികൾക്ക് മാത്രമേ ആവശ്യമുള്ളൂ അതോ ആൺകുട്ടികൾക്കും കൊടുക്കാമോ എന്ന്. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അതായത് ക്യാൻസർ ഉണ്ടാക്കുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് സ്ത്രീകളുടെ സർവിക്സിൽ മാത്രമല്ല ക്യാൻസർ ഉണ്ടാക്കുന്നത്, സ്ത്രീകളുടെ യോനി ഭാഗത്തുണ്ടാക്കാം, വെജൈനൽ ക്യാൻസർ, അവിടെയുള്ള തൊലിപ്പുറത്ത് വെളിയിലുള്ള തൊലിയിലുണ്ടാക്കാം ക്യാൻസർ വൾവ. ഇതല്ലാതെ തന്നെ അരിമ്പാറകൾ ഉണ്ടാക്കുന്ന ക്യാൻസറും ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ്. പക്ഷേ അരിമ്പാറ എന്ന് പറയുന്നത് ഒരു ക്യാൻസർ അല്ല, അതുകൊണ്ട് തന്നെ നമുക്കതിനെപ്പറ്റി വലിയ മനപ്രയാസമില്ല. പക്ഷേ ഇവിടെ മാത്രമല്ല, ആൺകുട്ടികളുടെ ലിംഗത്തിൽ പെനിസൽ ക്യാൻസർ ഉണ്ടാക്കുന്നതും ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ്. മാത്രവുമല്ല, അല്ലാത്തവരുടെ, അതായത് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും തൊണ്ട, അന്നനാളി, അതായത് ത്രോട്ട് ക്യാൻസർ, ഈസോഫാഗസിലെ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കാനും ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് കഴിയും. അതുകൊണ്ട് തന്നെ ആൺകുട്ടികളുടെ ലിംഗത്തിലുള്ള ക്യാൻസർ തടയാൻ അതിന് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ആൺകുട്ടികൾക്കും ഈ വാക്സിൻ കൊടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു ഗവൺമെൻറ് പ്രോഗ്രാമായിട്ട് അത് പെൺകുട്ടികൾക്ക് മാത്രം കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് ഇന്ത്യയിലാണ്. കേരളത്തിലില്ല. കാരണം നമ്മളുടെ മെച്ചപ്പെട്ട ജീവിത രീതിയും നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലെവലും കൊണ്ടാണ്, സാക്ഷരതയുടെ ഒരു ലെവലും കൊണ്ടാണ് നമ്മളുടെ കേരളത്തിൽ, ഇന്ത്യയിലുള്ളതുപോലെ ഇല്ലാത്തത്. പക്ഷേ ലോകത്തെമ്പാടും തന്നെ സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസറിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു ക്യാൻസറാണ് സർവൈക്കൽ ക്യാൻസർ. അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീകളെ കേന്ദ്രീകരിച്ച് വാക്സിനേഷൻ നടത്തണം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ആൺകുഞ്ഞുങ്ങൾക്കും ആൺകുട്ടികൾക്കും അത് കൊടുക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല എന്ന് മാത്രമല്ല, ഗുണം ഉണ്ട് താനും. നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മിയമ്മാൻ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. ഞങ്ങളെ കാണാൻ വരുന്ന രോഗികൾ എന്ന് പറയാൻ പറ്റില്ല, സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നയത്തിലുള്ള HPV വാക്സിനെ പറ്റി അനേക സംശയങ്ങളാണ്. അപ്പോൾ ഒന്ന്, അതിനെന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെയുള്ള പഠനങ്ങളിൽ സൈഡ് ഇഫക്റ്റ് ഇല്ല എന്നാണ് കണ്ടിട്ടുള്ളത്. മാത്രമല്ല, ക്യാൻസർ സർവിക്സ് തടയുന്നതിന് അത് 99.9% ഫലവത്താണെന്നും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം വരും, ഇത് പെൺകുട്ടികൾക്ക് മാത്രമേ ആവശ്യമുള്ളൂ അതോ ആൺകുട്ടികൾക്കും കൊടുക്കാമോ എന്ന്. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അതായത് ക്യാൻസർ ഉണ്ടാക്കുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് സ്ത്രീകളുടെ സർവിക്സിൽ മാത്രമല്ല ക്യാൻസർ ഉണ്ടാക്കുന്നത്, സ്ത്രീകളുടെ യോനി ഭാഗത്തുണ്ടാക്കാം, വെജൈനൽ ക്യാൻസർ, അവിടെയുള്ള തൊലിപ്പുറത്ത് വെളിയിലുള്ള തൊലിയിലുണ്ടാക്കാം ക്യാൻസർ വൾവ. ഇതല്ലാതെ തന്നെ അരിമ്പാറകൾ ഉണ്ടാക്കുന്ന ക്യാൻസറും ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ്. പക്ഷേ അരിമ്പാറ എന്ന് പറയുന്നത് ഒരു ക്യാൻസർ അല്ല, അതുകൊണ്ട് തന്നെ നമുക്കതിനെപ്പറ്റി വലിയ മനപ്രയാസമില്ല. പക്ഷേ ഇവിടെ മാത്രമല്ല, ആൺകുട്ടികളുടെ ലിംഗത്തിൽ പെനിസൽ ക്യാൻസർ ഉണ്ടാക്കുന്നതും ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ്. മാത്രവുമല്ല, അല്ലാത്തവരുടെ, അതായത് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും തൊണ്ട, അന്നനാളി, അതായത് ത്രോട്ട് ക്യാൻസർ, ഈസോഫാഗസിലെ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കാനും ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് കഴിയും. അതുകൊണ്ട് തന്നെ ആൺകുട്ടികളുടെ ലിംഗത്തിലുള്ള ക്യാൻസർ തടയാൻ അതിന് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ആൺകുട്ടികൾക്കും ഈ വാക്സിൻ കൊടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു ഗവൺമെൻറ് പ്രോഗ്രാമായിട്ട് അത് പെൺകുട്ടികൾക്ക് മാത്രം കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് ഇന്ത്യയിലാണ്. കേരളത്തിലില്ല. കാരണം നമ്മളുടെ മെച്ചപ്പെട്ട ജീവിത രീതിയും നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലെവലും കൊണ്ടാണ്,
സാക്ഷരതയുടെ ഒരു ലെവലും കൊണ്ടാണ് നമ്മളുടെ കേരളത്തിൽ ഇന്ത്യയിലുള്ളതുപോലെ ഇല്ലാത്തത്. പക്ഷേ ലോകത്തെമ്പാടും തന്നെ സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസറിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ. അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീകളെ കേന്ദ്രീകരിച്ച് വാക്സിനേഷൻ നടത്തണം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ആൺകുഞ്ഞുങ്ങൾക്കും ആൺകുട്ടികൾക്കും അത് കൊടുക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല എന്ന് മാത്രമല്ല, ഗുണം ഉണ്ട് താനും.